ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ്, വി എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ള നിങ്ങൾക്ക് കാണാം മഹേന്ദ്ര XUV 700 ആണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ ഇത് ഈ ഒരു വാഹനത്തിൻ്റെ AX7 എന്ന വേരിയൻ്റാണ്. അതിൽ തന്നെ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത എഡിഷനാണ് എബണി എന്ന് പറയുന്ന ഒരു എഡിഷനാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നൊരു വാഹനമാണ്. അതായത് ടോപ്പ് എൻഡ് തൊട്ട് താഴെയുള്ള വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമുക്കിതിനുള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്രയാണ് വരുന്നത്, ഏതൊക്കെ ഓപ്ഷൻസിലാണ് ഇത്, അതായത് പെട്രോൾ അവൈലബിൾ ആണോ, ഡീസൽ അവൈലബിൾ ആണോ, ഓട്ടോമാറ്റിക് വരുന്നുണ്ട്, അതിൻ്റെയൊക്കെ പ്രൈസ് എത്രയാണ്, എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഇതിനകത്തുള്ളത് എന്നിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ പറഞ്ഞു, എബണി എന്ന് പറഞ്ഞാൽ പുതിയൊരു എഡിഷനാണ് ഇതിപ്പോൾ ലോഞ്ച് ആയിട്ടുള്ളത്. ഫുള്ളി ഒരു ബ്ലാക്ക് ഫിനിഷിലായിട്ട് നമുക്ക് കിട്ടും. അതായത് ഇന്ത്യയിലേക്ക് വന്നാലും എക്സ്റ്റീരിയറിലേക്ക് വന്നാലും ഫുള്ളി ഒരു ബ്ലാക്ക് ഫിനിഷിലായിരിക്കും ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. കുറച്ചൊരു സ്പോർട്ടിയാണ് വാഹനം. അപ്പോൾ അത്യാവശ്യം ഫീച്ചേഴ്സും വരുന്നുണ്ട്. അത് പറഞ്ഞിട്ട് എന്തൊക്കെയാണെന്നുള്ളത്. നമുക്ക് ഈ വാഹനം പെട്രോളിലും ഡീസലിലും വരുന്നുണ്ട്. രണ്ടിനും ഓട്ടോമാറ്റിക് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം പെട്രോൾ മാനുവൽ ആണെന്നുണ്ടെങ്കിൽ 2399 ഓൺ റോഡ് വരും പെട്രോൾ മാനുവൽ. ഈ പെട്രോളിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. ഏകദേശം 2686 ആണ് പെട്രോൾ ഓട്ടോമാറ്റിക്കിന് ഓൺ റോഡ് വരുന്നത്. ഇനി പെട്രോൾ നിങ്ങൾക്ക് വേണ്ട, ഡീസൽ ഓപ്ഷൻ മതി എന്നുണ്ടെങ്കിൽ ഡീസൽ മാനുവൽ ആണെങ്കിൽ 2561 നമുക്ക് ഓൺ റോഡ് വരും. ഇനി ഡീസൽ ഓട്ടോമാറ്റിക്കാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ 2765 നമുക്ക് ഓൺ റോഡ് വരും. ഈ കിടക്കുന്നത് ഡീസൽ ഓട്ടോമാറ്റിക്കാണ്. അതായത് 2765 ഓൺ റോഡ് വരുന്ന വാഹനമാണ്. ഇതിൻ്റെ തന്നെ പെട്രോൾ മാനുവലാണ് ഞാൻ പ്രൈസ് പറഞ്ഞു 2399 നമുക്ക് പ്രൈസ് വരുന്നത്. അപ്പോൾ ഒരു 3-4 ലക്ഷം രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് പെട്രോൾ മാനുവലും ഡീസൽ ഓട്ടോമാറ്റിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. അതായത് നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണോ വേണ്ടത് അത് നോക്കി നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പെട്രോൾ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 2 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. ഡീസലാണെങ്കിൽ 2.2 ലിറ്ററുമാണ് എഞ്ചിൻ നമുക്ക് വരുന്നത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ടോർക്ക് എത്രയാണ്, പവർ എത്രയാണെന്നുള്ളത് നമുക്ക് ആ ഒരു എഞ്ചിനിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സിൽ നമുക്ക് കിടക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൊല്ലത്തുള്ള പോപ്പുലർ ഷോറൂമിലാണ്. അതായത് അവരുടെ യാർഡിലാണ്. യാർഡല്ലത് സർവീസ് സെൻ്ററൂടെ ചേർത്തിട്ടുള്ളത് തന്നെയാണ്. എനിക്കൊന്ന് കൊമേഴ്ഷ്യൻ്റെ സർവീസ് സെൻ്ററാണ് ഇവിടെ വരുന്നത്. യാർഡും കൂടെയാണ്, അവിടെയാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. താഴെ ഞാൻ ഒരു കോൺടാക്ട് നമ്പർ നൽകിയിട്ടുണ്ട്. കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണിച്ചിട്ടുള്ള ആ ഒരു കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിനി ഫീച്ചേഴ്സിലേക്ക് പറഞ്ഞു തുടങ്ങാം. ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ വൈപ്പറിലേക്ക് വരാം. ഓട്ടോ വൈപ്പറാണ്, വൈപ്പർ യൂണിറ്റാണ് നൽകിയത്. അതുപോലെ തന്നെ ഓട്ടോ എല്ലാം യൂണിറ്റാണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. അതൊക്കെ കോമൺ ആയിട്ട് എനിക്ക് തോന്നുന്നു അത്യാവശ്യം പ്രൈസ് റേഞ്ച് വരുന്നത്. ടോപ്പനിലേക്കൊക്കെ വരുന്ന സമയത്ത് ഓട്ടോ വൈപ്പർ യൂണിറ്റും ഒക്കെ നമുക്ക് ഒരുവിധം എല്ലാ മോഡൽസിലും നമുക്ക് അവൈലബിൾ ആണ്. LED ലൈറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത്. DRL ഓപ്ഷൻ കൂടി നമുക്ക് വരുന്നുണ്ട്. പിന്നെ പറയുന്നത് അത് ADAS നമുക്ക് അവൈലബിൾ ആണ്. ADAS ലെവൽ 2 ആണ് ഈ വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. ഇതിന് തൊട്ടടുത്ത വേരിയൻറ്റിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് 360 ഡിഗ്രി ക്യാമറ കിട്ടുന്നത്. ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് 360 ഡിഗ്രി ക്യാമറ നമുക്ക് അവൈലബിൾ അല്ല. പക്ഷേ പലരും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, പുറത്ത് നിന്നൊക്കെ കൊണ്ടുപോയി നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വേരിയൻറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് 360 ഡിഗ്രി ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ ഷോറൂമിൽ തന്നെ സംസാരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് ചെയ്യാവുന്നതാണ്. അതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. പുറത്തുനിന്ന് ചെയ്യുന്നതിന് വാറണ്ടിയുടെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ ചോയ്സാണ്. അത് നിങ്ങൾ ഷോറൂമായിട്ട് സംസാരിക്കാം. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗ്രില്ലിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഫുള്ളി ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് നമുക്ക് ആ ഒരു ഗ്രില്ല് യൂണിറ്റും കാണാനായിട്ട് സാധിക്കുന്നത്. ലോഗോ വളരെ മനോഹരമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. താഴ്ഭാഗത്ത് ചെറിയൊരു ലൈറ്റ് ആയിട്ടുള്ള കളർ തീം നൽകിയിട്ടുണ്ട്. അത്യാവശ്യം എയർ ഇൻടേക്കിൻ്റെ ആ ഒരു എലമെൻറ്റും ഒക്കെ നൽകിയിട്ടുണ്ട്. ADAS നമുക്ക് വരുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു കൺട്രോൾ യൂണിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു പോർഷനിലായിട്ട് കാണാം. അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു മസ്കുലാർ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ഗ്രില്ലായാലും ആ ഒരു ഹെഡ്ലാം യൂണിറ്റ് ആയാലും അതാണ്. ഈ ഒരു പോർഷനിലേക്ക് വരുന്ന സമയത്ത് LED ഫോഗ് ലാമ്പ് യൂണിറ്റാണ് നൽകിയിട്ടുള്ളത്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. LED ആണ് ഫോഗ് ലാമ്പ് യൂണിറ്റ് നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം എന്താ പറയുക, ഒരു മസ്കുലർ ആയിട്ടുള്ളൊരു വാഹനമാണ്. അത് മാത്രമല്ല ഒരു ഡാർക്ക് കളർ കൂടിയാണ് ഈ കിടക്കുന്നത്. ഇനി നമുക്ക് നേരെ സൈഡിലേക്ക് വരാം. ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് പോർഷനിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അത്യാവശ്യം ലെങ്തും വിക്തും ഒക്കെ വരുന്ന ഒരു വാഹനം തന്നെയാണ്. ഏകദേശം ഒരു 4695 mm ഇതിൻ്റെ ലെങ്ത് വരുന്നത്. നമ്മൾ വിക്റ്റിലേക്ക് വരുന്ന സമയത്ത് 1890 mm വിക്ത് വരുന്നുണ്ട്. 1755 mm ഹൈറ്റും 2750 mm വീൽ ബേസും 200 mm ഗ്രൗണ്ട് ക്ലിയറൻസും ഈ വാഹനത്തിന് കമ്പനി നൽകിയിട്ടുണ്ട്. അപ്പം പിന്നെ സൈഡ് പോർഷൻ നോക്കുന്ന സമയത്ത് അത്യാവശ്യം ക്ലാഡിയും കാര്യങ്ങളൊക്കെ ആണ്. അതിപ്പോൾ എല്ലാ വാഹനങ്ങളും SUV ടൈപ്പ് എല്ലാ വാഹനങ്ങളും നമുക്ക് അത്യാവശ്യം ക്ലാഡിയും കാര്യങ്ങളൊക്കെ വരുന്നത്, നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റൂഫ് റെയിൽ നൽകിയിട്ടുണ്ട്. വാഹനത്തിൽ റൂഫ് റെയിൽ അവൈലബിൾ ആണ്. അതേപോലെ പനോറമിക് സൺറൂഫും നമുക്ക് ഈ വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുണ്ട്. മിററിലേക്ക് വരുന്ന സമയത്ത് മിററിൽ തന്നെ ട്രെൻഡിൻ്റെ കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ് ഒക്കെ ആ ഒരു രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം ക്യാരക്ടർ ലൈൻസ് ഒക്കെ നമുക്ക് ആ ഒരു ഹുഡ് ആ ഒരു സൈഡ് പോർഷനിലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഫ്രണ്ടിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ബോൾഡായിട്ടുള്ള ലൈൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു അലോയുടെ ഒരു ഡിസൈൻ പാറ്റേണിലേക്ക് വരുന്ന സമയത്ത് ഫുള്ളി ബ്ലാക്ക് ഫിനിഷിലാണ് ആ ഒരു അലോയ് വീൽ നൽകിയിട്ടുള്ളത്. നമുക്ക് 4 ടയറിൽ ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളും അവൈലബിൾ ആണ്. അതേപോലെ 6 എയർ ബാഗ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് വരുന്നുണ്ട്. മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അകത്തേക്ക് കയറുന്ന സമയത്ത് പറഞ്ഞു തരാം. 235/60R18 ആണ് ഈ വാഹനത്തിന് ടയർ പ്രൊഫൈൽ വരുന്നത്. അതായത്
18 ഇഞ്ച് ടയറാണ് ഈ വാഹനത്തിൽ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം പ്രൊഫൈൽ ചെയ്ത ടയറാണ്, അപ്പോളോയുടെ ടയറാണ് വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാ മോഡൽസിലും ഈ സെയിം ടയറാണ് കിട്ടണമെന്നില്ല, അത് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിക്കും. വേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സൈഡ് പോർഷനിൽ പറയാനായിട്ടൊന്നും തന്നെ വരുന്നില്ല. അത്യാവശ്യം വലിപ്പമേറിയ ഗ്ലാസ് ഏരിയയാണ് വാഹനത്തിൽ വരുന്നത്. അത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഡോറൊക്കെ നമുക്ക് അത്യാവശ്യം വൈഡായിട്ടൊക്കെ തുറക്കാൻ തന്നെ പറ്റുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. കയറുന്നതിന് ഇറങ്ങുന്നതിനൊന്നും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരില്ല. ഈ ഒരു റിയർ സൈഡിലെ ഡോറിലേക്ക് വന്നു കഴിഞ്ഞാലും അത്യാവശ്യം നമുക്ക് വൈഡായിട്ട് തുറക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സെക്കൻഡ് റോയിൽ കൂടിയാണ് നമ്മൾ തേർഡ് റോയിലേക്ക് കയറേണ്ടത്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നൊക്കെ ഉള്ള കാര്യം. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു സൈഡ് പോർഷനിൽ പറയാനൊന്നുമില്ല. അവിടെ തന്നെ നമുക്ക് റിയർ പോർഷനിലേക്ക് വരാം. റിയർ പോർഷനിൽ റിവേഴ്സ് ക്യാമറ വാഹനത്തിൽ വരുന്നുണ്ട്, ഷാർഫിൻ ആൻറ്റിന നൽകിയിട്ടുണ്ട്, ഡിഫോഗർ ലൈനും റിയർ വൈപ്പറും ഒക്കെ നൽകിയിട്ടുണ്ട്. ആ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റിൻ്റെ ഡിസൈൻ പാറ്റേണൊക്കെ നല്ല രസമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എബണി എഡിഷൻ എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു ബ്രാൻഡിംഗ് ആണ് ഇവിടെ ആയിട്ട് നൽകിയിട്ടുണ്ട്. ഒരു പല്ലി അവിടെ ഇരിപ്പുണ്ട്, അതിനെ മൈൻഡ് ചെയ്യേണ്ട അവിടെ ഇരുന്നോട്ടത്. അതുകൊണ്ട് ഇവിടെ എബണി എഡിഷൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിങ് കൂടി അവർ നൽകിയിട്ടുണ്ട്. പിന്നെ വാഹനത്തിൻ്റെ ആ ഒരു ബ്രാൻഡ്, അതായത് SUV 700 ആ ഒരു വേരിയൻറ്റ് തിരിക്കുന്നത് പല വാഹനങ്ങൾ നമ്മൾ കാണാറില്ല, ആ ഒരു വേരിയൻറ്റ് തിരിക്കുന്നത് രീതിയിലുള്ളത്. ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുണ്ട് AX7 എന്നൊരു ബ്രാൻഡിങ് അവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് അവർ റിവേഴ്സ് ക്യാമറ പ്ലേസ് ചെയ്തത്. മഹേന്ദ്രയുടെ ലോഗോയും കാണാം. അപ്പോൾ വേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു റിയർ പോർഷനിൽ പറയാനായിട്ടൊന്നും തന്നെ വരുന്നത്, റിവേഴ്സ് സെൻസറൊക്കെ എല്ലാ വാഹനങ്ങളിലും വരുന്നത് തന്നെയാണ്. അത് ഞാനിന് പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയേണ്ട ആവശ്യം ഒന്നും തന്നെ വരുന്നില്ല. ജസ്റ്റ് നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതിപ്പോൾ ഒരു 7 സീറ്റർ ആയതുകൊണ്ട് തന്നെ ബൂട്ട് സ്പേസ് ഒരുപാട് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഈ ഒരു രീതിയിലുള്ള സ്പേസ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഇവിടെ ആയിട്ട് നമുക്ക് ജാക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണ് കാണാം. പിന്നെ ബൂട്ട് സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് മടക്കിയിടുക, അത്ര മാത്രമേ ഉള്ളൂ. ആ ഒരു ഇപ്പോൾ നിങ്ങൾ 5 പേരെ പോകുന്നുള്ളൂ എങ്കിൽ നല്ല മാസീവ് ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് വാഹനത്തിൽ കിട്ടും. ഇനി 6 പേരാണ് പോകുന്നത് എന്നുണ്ടെങ്കിലും ഈ ഒരു സീറ്റ് ജസ്റ്റ് ഈ ഒരു രീതിയിലിടുക. ഈ ഒരു പോർഷൻ നമുക്ക് ബൂട്ട് സ്പേസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്കത് ചൂസ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം പെട്ടിയും കാര്യങ്ങളൊക്കെ ബോക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പോർഷനിൽ ക്യാരി ചെയ്യാം. 6 പേരെ പോകുന്നുള്ളൂ എങ്കിൽ. പറഞ്ഞല്ലോ 5 പേരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ 2 സീറ്റ് നമ്മൾ അപ്പ് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബൂട്ട് സ്പേസ് വരില്ല, ശകല സാധനങ്ങൾ നമുക്ക് വെക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഒരു 7 സീറ്റർ വാഹനമാകുമ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള ചില പോരായ്മകളും കാര്യങ്ങളൊക്കെ വരും. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് 3 റോയിലും AC വെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന സ്ഥിതിക്ക് ജസ്റ്റ് അങ്ങ് കാണിച്ചേക്കാം. ഈ ഒരു 2 സൈഡിലായിട്ടും AC വെൻറ്റ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതിന് ഈ ഒരു പോർഷനിലും വരുന്നുണ്ട്, അതേപോലെ ആ ഒരു സൈഡിൽ നമുക്ക് AC വെൻറ്റ് നൽകിയിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ആ ഒരു കൺട്രോൾ യൂണിറ്റ് കണ്ടോ, ഒരു കൺട്രോൾ യൂണിറ്റ് കൂടി നൽകിയിട്ടുണ്ട്. ഫാൻ കൺട്രോൾ ചെയ്യാനുള്ള യൂണിറ്റ് കൂടി നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഒരു ചാർജിങ് സോക്കറ്റ് കൂടി അവരവിടെ പ്ലേസ് ചെയ്തു. 2 കപ്പ് ഹോൾഡർ നൽകിയിട്ടുണ്ട്. കൈവെക്കാനും ഒക്കെ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇരുന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് സീറ്റ് അങ്ങ് പൊക്കിയിട്ടേക്കാം. 2 സീറ്റ് നമ്മൾ നിവർത്തിയിട്ട് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അപ്പോൾ ഒരുപാട് സ്പേസ് വരുന്നില്ല. അത്യാവശ്യം സാധനങ്ങൾ മാത്രമേ നമുക്കവിടെ വെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരുപാട് ഹൈറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാനും പറ്റും. ഒരുപാട് എഫേർട്ട് ഇടേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ക്ലോസ് ചെയ്യാം. കീ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ കീ വരുന്നത്. ലോക്ക് അൺലോക്ക്, ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു കീ തന്നെയാണ്. 2 കീ നമുക്ക് സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. മഹേന്ദ്രയുടെ ലോഗോ കൂടി നൽകിയിട്ടുണ്ട്. അകത്തേക്ക് വരും. എന്നാൽ ഇവിടെയും നമുക്ക് ആ ഒരു ബ്രാൻഡിങ് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ റിയർ സൈഡിൽ കണ്ടതാണ്. അതേപോലെ തന്നെ ഈ ഒരു പോർഷനിലായിട്ടും ആ ഒരു എബണി എന്ന് പറയുന്നൊരു ബ്രാൻഡിങ് അവർ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഓപ്പൺ ചെയ്യാം. നമ്മളങ്ങോട്ട് കയറുന്ന സമയത്ത് തന്നെ ആ ഒരു സീറ്റ് അഡ്ജസ്റ്റ് ആവുന്നത് കണ്ടോ. ഈ ഇലക്ട്രിക്കലി നമുക്ക് കൺട്രോൾ ചെയ്യാം ഈ ഒരു സീറ്റ്. അത് മാത്രമാണ് ഈ ഒരു പോർഷനിലായിട്ടാണ് അതിൻ്റെ കൺട്രോൾ യൂണിറ്റ് നൽകിയിട്ടുള്ളത്. മെമ്മറി ഫംഗ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. 4 ഡോർ പവർ വിൻഡോയും മിറർ ഫോൾഡിംഗ് ഓപ്ഷൻസും എല്ലാം വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസ്, വളരെ നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് ഡോർ പാഡിൽ അവർ നൽകി. ഫുള്ളൊരു ഡാർക്ക് ഫിനിഷിൽ തന്നെയാണ് നമുക്ക് ആ ഒരു ഡോർ പാഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അകത്തേക്ക് കയറിയിരിക്കാം. ഞാൻ പറഞ്ഞു സീറ്റിൻ്റെ ഇലക്ട്രിക്കൽ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നുള്ളൊരു കാര്യം പറഞ്ഞു. ഈ ഒരു പോർഷനിലായിട്ടാണ് അതിൻ്റെ കൺട്രോൾ യൂണിറ്റൊക്കെ നൽകിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. അത്യാവശ്യം കംഫർട്ടായിട്ടിരിക്കുക. ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ് വരുന്നില്ല. തൊട്ടടുത്ത വേരിയൻറ്റിലാണ് വെന്റിലേറ്റഡ് സീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത്. സ്റ്റിയറിംഗ് നമുക്ക് ഹൈറ്റും കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് അങ്ങനെ വെച്ച് കൺട്രോൾസൊക്കെ ഈ ഒരു പോർഷനായിട്ട് പ്ലേസ് ചെയ്തു. ഇനി നമുക്ക് അകത്തേക്ക് വന്നിട്ട് ഡാഷ്ബോർഡൊക്കെ കാണിച്ചു തരാം. ഡാഷ്ബോർഡ് ഫുള്ളി ഒന്ന് നോക്കിക്കോ. അത്യാവശ്യം പ്രൈസ് റേഞ്ച് വരുന്ന വാഹനമാണ്. ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന തന്നെ വാഹനവുമാണ്. അപ്പോൾ അത്രത്തോളം ഒരു പ്രീമിയം ഫീൽ ചെയ്യാൻ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ കയറുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻറ്റീരിയറിൽ കയറുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ കണ്ണിൽപ്പെടുന്ന ഒരു കാര്യം എന്താണ്, ഈ ഒരു ക്ലസ്റ്റർ യൂണിറ്റും അതുപോലെ തന്നെ ഈ ഒരു ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റവും തന്നെയാണ് നമ്മുടെ കണ്ണിൽ പെട്ടെന്ന് തന്നെ പാൻഡ്രോയിഡ് ആൾക്കാർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. റിവേഴ്സ് ക്യാമറ ഉണ്ടെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഈ ഒരു രീതിയിലാണ് ആ ഒരു റിവേഴ്സ് ക്യാമറ ഒരു വ്യൂ വരുന്നത്. ഭയങ്കര വലിപ്പത്തിലൊന്നും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അത്യാവശ്യം വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ ആ ഒരു വ്യൂ അവർ നൽകിയിട്ടുണ്ട്. ഫുള്ളി ഡിജിറ്റൽ തന്നെയാണ് നമുക്ക്
ആ ഒരു വാഹനത്തിന് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ യൂണിറ്റ് നൽകിയത്. അത്യാവശ്യം നല്ല പ്രീമിയം ഫീലിൽ തന്നെ നമുക്കത് കിട്ടുന്നുണ്ട്. ആവറേജ് മൈലേജ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് അതിനുള്ളിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. പിന്നെ സ്റ്റിയറിംഗ് തന്നെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 6 എയർ ബാഗാണ് ഈ വാഹനത്തിൽ വരുന്നതെന്ന് പറഞ്ഞു. ക്രൂയിസ് കൺട്രോൾ ഈ വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. എല്ലാത്ത റാപ്പിഡ് ആണ് സ്റ്റിയറിംഗ് വീല് വരുന്നത്. ആ ഒരു വൈപ്പറിൻ്റെ കൺട്രോളും അതേപോലെ ഹെഡ്ലാംപ്സിൻ്റെ കൺട്രോൾസും ഈ ഒരു പോർഷൻ തന്നെ നോർമലി വരുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് വാഹനത്തിൽ വരുന്നത്. പിന്നൊരു കാര്യം പറയേണ്ടത് ഡ്യുവൽ സോൺ AC ആണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. അത് എടുത്ത് പറഞ്ഞേക്കാം. ഡ്യുവൽ സോൺ AC ആണ് വരുന്നുള്ളത് പറഞ്ഞു. അതേപോലെ തന്നെ ഫാനിൻ്റെ കൺട്രോൾസ്, അതേപോലെ തന്നെ മാക്സിമം AC എന്നത് പെട്ടെന്ന് നമുക്കിപ്പം വാഹനം കൂളാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കൺട്രോൾ യൂസ് ചെയ്യാം. ഫാനിൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കാണ് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നത്. ഡ്യുവൽ സോൺ ആണെന്നുള്ളതും പറഞ്ഞു. ഏറ്റവും തേർഡ് റോയിലെ AC നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്തിടാനും ഓൺ ആക്കാനുള്ള ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഡ്രൈവ് മോഡ്സ് നമുക്ക് വാഹനത്തിൽ വരുന്നുണ്ട്. കണ്ടേ, സിപ്പ്, സാപ്പ്, അതൊരു സൂം, ഇതിന് 3 ഡ്രൈവ് മോഡ്സ് നമുക്ക് വരുന്നുണ്ട്. നമുക്കത് ടച്ച് ആയിട്ട് തന്നെ നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ജസ്റ്റ് ഇത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഡ്രൈവ് മോഡ്സും ഈ വാഹനത്തിൽ വരുന്നു എന്നുള്ളത്. പിന്നെന്താണ് ഇവിടെ കുറച്ച് കൺട്രോൾസ് ഒക്കെ നൽകുന്നത്. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഡമ്മി കൺട്രോൾസ് ആണ് ഈ ഒരു 3 നൽകിയിട്ടുള്ളത്. പിന്നെ ഹസാർഡിൻ്റെ വരുന്നുണ്ട്. പിന്നെ ക്യാമറയുടെ ഒരു വ്യൂ എന്നൊരു ഓപ്ഷൻ, നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഡ്രൈവ് മോഡ്സിൻ്റെ കൺട്രോൾസ്. വേറെ കൺട്രോൾസ് നമുക്ക് അവിടെ വരുന്നില്ല. വയർലെസ് ചാർജിങ് ഈ വേരിയൻറ്റിൽ വരുന്നില്ല, തൊട്ടടുത്ത വേരിയൻറ്റിൽ വരുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഒരു ഫാസ്റ്റ് ചാർജിങ് സോക്കറ്റ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഒരു USB സ്ലോട്ട് നൽകിയിട്ടുണ്ട്. അതും വേണമെങ്കിൽ നമുക്ക് ചാർജിങ് സോക്കറ്റായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഫോൺ വെക്കാനുള്ള ഒരു സ്ലോട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. ആ ഒരു ഗിയർ ലെവറും അത്യാവശ്യം നല്ല പ്രീമിയം ലെവലിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു കൺട്രോൾ നൽകിയിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്ക് ഈ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിനകത്തുള്ള കൺട്രോൾസ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ടൈപ്പ്, അതായത് മാനുവലി വേണമെങ്കിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ആ ഒരു രീതിയിലുള്ളൊരു കൺട്രോൾ ഇവിടെയായിട്ട് അവർ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട്. ആംറസ്റ്റ് വരുന്നുണ്ട്. അതിനുള്ളിലും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. അത് കൂൾഡായിട്ടുള്ള രീതിയിലുള്ളൊരു ഗ്ലോ ബോക്സ് യൂണിറ്റുമാണ് ആ ഒരു പോർഷനിലായിട്ട് അവർ നൽകിയത്. വേറെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് അവിടെ പറയാനായിട്ട്. ഇനി ടോപ്പിലേക്ക് വരാം. ഈ ഒരു മിറർ നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യുന്ന ഓപ്ഷൻ അവർ നൽകിയിട്ടുണ്ട്. സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്. ഇവിടെ കുറച്ച് കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സ്വിച്ച് ഈ ലൈറ്റിൻ്റെതാണ്. ഇവിടുത്തെ സ്വിച്ച് വരുന്നത് ഈ ഒരു ലൈറ്റിൻ്റെതും. പിന്നെ ഇതാ നമുക്ക് കണക്റ്റഡ് ഫീച്ചർ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം നമ്മുടെ വാഹനം എവിടെയാണ് കിടക്കുന്നത്, നമുക്കിപ്പം ഫോൺ ത്രൂ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആ ഒരു ഫെസിലിറ്റി നമുക്ക് ഈ വാഹനത്തിനുള്ളിൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ ലൈറ്റ്സിൻ്റെ കൺട്രോൾസ് തന്നെ ചെറിയൊരു ആംബിയൻ ലൈറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു രീതിയിലുള്ള ഒരു ഫീലാണ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു പോർഷനിൽ നമുക്ക് അത് അവൈലബിൾ അല്ല. ഈ ഒരു പോർഷനിൽ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ ആംബിയൻ ലൈറ്റിംഗ് തന്നെ വേണമെങ്കിൽ പറയാം, അങ്ങനെ പറയാൻ പറ്റില്ല, കാര്യം ഫുള്ളി അത് വരുന്നില്ല. ജസ്റ്റ് അത് കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു മിറർ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമേറിയ മിറർ യൂണിറ്റ് ആണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇവിടെ നമുക്ക് ടിക്കറ്റ് ഹോൾഡർ കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല. ഇത് ജസ്റ്റ് ഓക്കെ റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി നമുക്ക് വരുന്നുണ്ട്. ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇവിടെയും നമുക്ക് ആ ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ജസ്റ്റ് നോക്കിയേക്കാം. ഓക്കെ, അവൈലബിൾ ആണ്. ജസ്റ്റ് അത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ചെറിയൊരു കാര്യമാണ്, പലരും അത് ശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ട് കാണിച്ചു. പനോറമിക് സൺറൂഫാണ് വരുന്നത് പറഞ്ഞു. ജസ്റ്റ് വൺ ടച്ച് ആയിട്ട് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. നല്ലൊരു വിസിബിലിറ്റി. രാത്രി സമയങ്ങളിൽ ഇത് കുറച്ചുകൂടി നല്ലതായിരിക്കും. പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്തൊക്കെ ഇട്ട് കൊണ്ടു നടക്കാം. കണ്ടോ, ഇപ്പം നല്ല വെയിലുണ്ട്. ഇപ്പം തുറക്കാനായിട്ട് പ്രത്യേകിച്ച് സുഖമൊന്നുമില്ല. ഇപ്പം നമുക്ക് തൽക്കാലം ഇതങ്ങ് ക്ലോസ് ചെയ്തേക്കാം. പ്രത്യേകിച്ച് നമുക്ക് പാടൊന്നുമില്ല. ജസ്റ്റ് ഒരു വൺ ടച്ചിൽ തന്നെ അത് ഫുള്ളി ക്ലോസ് ആയിക്കോളും. അത്രേ ഉള്ളൂ. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഈ ഒരു ഇന്ത്യനെ കുറിച്ച് പറയാനായിട്ട്. അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നൊരു വാഹനമാണ്. ക്രൂയിസ് കൺട്രോൾ, ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് വീല്, ഡ്രൈവ് മോഡ്സ്, കണക്റ്റഡ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഡുവൽ സോൺ AC നമുക്ക് അവൈലബിൾ ആണ്. ഇലക്ട്രിക്കലി സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം വേണ്ടുന്ന എല്ലാ കാര്യം, പനോറമിക് സൺറൂഫ് വരുന്നുണ്ട്. അഡാസ് ലെവൽ 2 നമുക്ക് ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്. അത്യാവശ്യം വേണ്ടുന്ന സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്നുണ്ട്. അതേപോലെ ഈ ഒരു സീൽ ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ചെറിയൊരു കാര്യമാണ്, എന്നാലും ഞാൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു സീറ്റ് ബെൽറ്റ് നമുക്ക് ഹൈറ്റും കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഹെഡ് റെസ്റ്റ് ഇല്ലാത്തതല്ല, ഞങ്ങൾ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഊരി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ചിലർ ചിന്തിക്കുക അവിടുത്തെ ഹെഡ് റെസ്റ്റ് ഇല്ലല്ലോ എന്ന് ചിന്തിക്കരുത്. ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഊരി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വേറെ ഒന്നുമില്ല നമുക്ക് പറയാനായിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വാഹനം തന്നെയാണ്. പിന്നെ വെന്റിലേറ്റഡ് സീറ്റ്, 360 ഡിഗ്രി ക്യാമറ, ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതെടുത്തതിന് ശേഷം അക്സസറി ചെയ്യാൻ നിൽക്കേണ്ട തൊട്ടടുത്ത വേരിയന്റിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം വാറണ്ടിയിൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇവിടെ പറയാം. ഇനി ജസ്റ്റ് നമുക്ക് റിയർ സീറ്റിലേക്ക് കയറാം. സെക്കൻഡ് റോ നമ്മൾ അത്യാവശ്യം വൈഡായിട്ട് നമുക്ക് തുറക്കാം. ഒരു സൈഡ് സ്റ്റെപ്പ് വെച്ചാൽ കുറച്ചുകൂടി നല്ലതാണ്. കാര്യം കുറച്ച് പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കയറാൻ നമുക്ക് വിഷയമൊന്നുമില്ല, നമുക്ക് കൂളായിട്ട് കയറാം. കുറച്ച് പ്രായമുള്ളവരുണ്ടെങ്കിൽ സൈഡ് സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ നല്ലതാണ്. കാര്യം അത്രത്തോളം വലിപ്പമുള്ള വാഹനമാണ്. 200 mm ഏകദേശം ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ വാഹനത്തിന് വരുന്നുണ്ട്. ഡോർ പാഡ് നോക്കിക്കോ. ഇതിനകത്ത് ഏകദേശം ഒരു 6 സ്പീക്കറാണ് കേട്ടോ വരുന്നത്. ഞാനത് പറഞ്ഞില്ല, വിട്ടുപോയി. 6 സ്പീക്കർ നമുക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. നല്ല ഗ്ലോസി ഫിനിഷിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ഞാൻ സ്പേസിനെ കുറിച്ച് പറയേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. കാര്യം ഈ ഒരു വാഹനത്തിൽ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്.
സീറ്റിൻ്റെ പുറകിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് 2 സീറ്റിൻ്റെ പുറകിലും വരുന്നുണ്ട്. റിയർ AC വെൻറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ചാർജിങ് സോക്കറ്റ് ടൈപ്പാണ് ചാർജിങ് സോക്കറ്റ് അവർ നൽകിയിട്ടുള്ളത്. ലൈറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. LED ലൈറ്റാണ്. ഇതേപോലെ തന്നെ ലൈറ്റ് ആ ഒരു സൈഡിൽ നമുക്ക് വരുന്നുണ്ട്. ഗ്രാബ് ഹാൻഡിലൊക്കെ വരുന്നുണ്ട്. ഹുക്കും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും സാധനങ്ങൾ ഹാങ് ചെയ്യണം, അതായത് ഡ്രസ്സോ കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്യണമെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് 60-40 സ്പ്ലിറ്റിംഗ് ആണ് സീറ്റിന് വരുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് റിക്ലൈനിങ് ഓപ്ഷൻ കൂടി നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒന്ന് ചാരിയൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് കംഫർട്ടായിട്ട് ചാരി ഇരിക്കാനൊക്കെ സാധിക്കും. റിക്ലൈനിങ് ഓപ്ഷൻ കൂടി നമുക്ക് വരുന്നുണ്ട്. ഈ ഒരു സീറ്റിൽ ഞാൻ കുറച്ചുകൂടി കാണിച്ചു തരാം. നോക്കിക്കോട്ടെ, ഇവിടെ ആയിട്ട് അത് നൽകിയിട്ടുണ്ട്. വേറെ വളരെ സിമ്പിളാണ് കണ്ടോ. അത്യാവശ്യം ഒന്ന് ചാരിയൊക്കെ കിടന്നൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ സിമ്പിളായിട്ട് പറ്റും. അത്രയേ ഉള്ളൂ അവിടെ കാണിക്കാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് തേർഡ് റോയിലേക്ക് കയറണം. തേർഡ് റോയിലേക്ക് കയറാനായിട്ട് ഈ ഒരു പോർഷനിൽ കൂടി തന്നെ തേർഡ് റോയിലേക്ക് നമുക്ക് കയറാം. അപ്പം തേർഡ് റോയിൽ ഇപ്പം വലിയ ആളുകൾക്ക് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റില്ല. എനിക്ക് ഇരുന്നിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കംഫർട്ടായിട്ട് ഇരിക്കാം. ഹെഡ് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റബിൾ തന്നെ നൽകിയിട്ടുണ്ട്. ഫാനിൻ്റെ കൺട്രോൾ നൽകിയിട്ടുണ്ട്. അതായത് AC വെൻറ്റ് നൽകിയിട്ടുണ്ട്. ഞാൻ നേരത്തെ അത് കാണിച്ചതാണ്. ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റ്, കുട്ടികൾക്ക് വളരെ നന്നായിട്ട് തന്നെ ഇരിക്കാം. പിന്നെ ഇൻ കേസ് എപ്പോഴും 7 പേരുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതാണ് എനിക്ക് ഇരിക്കാനായിട്ട് പറ്റും. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ലപോലെ ഇരിക്കും. 2 പേരാണെങ്കിൽ അത്യാവശ്യം കംഫർട്ടാണ് ഇരിക്കാൻ പറ്റും കേട്ടോ. പ്രത്യേകിച്ച് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഗ്ലാസ് ഏരിയ വല്ല കുഴപ്പമില്ലാത്ത ഗ്ലാസ് ഏരിയയാണ്. ഗ്രാബ് ഹാൻഡിൽ തേർഡ് റോയിൽ നമുക്ക് ഗ്രാബ് ഹാൻഡിൽ വരുന്നുണ്ട്. 3 റോയിലും AC വെൻറ്റ് വരെ നൽകി. അത് തേർഡ് റോയിൽ അതിൻ്റെ ഫാൻ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ സെക്കൻഡ് റോയിൽ നിന്ന് ഇറങ്ങുന്നത് പോലെ കംഫർട്ടാണ് തേർഡ് റോയിൽ നിന്ന് ഇറങ്ങാനൊന്നും പറ്റില്ല. കുറച്ച് കൺജസ്റ്റഡ് ആയിരിക്കും. അതനുസരിച്ച് അങ്ങ് ഇറങ്ങുക. വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പ്രായമായവർക്കൊന്നും തേർഡ് റോയിലേക്ക് കയറി പോകാനൊന്നും പറ്റത്തില്ല, പാടാണ്. വൈപ്പർ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് വൈപ്പർ ഉണ്ട്. അത്യാവശ്യം പ്രീമിയം വൈപ്പറാണ് വാഹനത്തിൽ വരുന്നത്. കാര്യം ഇത് രണ്ടാമത് കൊണ്ടുപോയി പലരും ഈ ഒരു ടൈപ്പ് വൈപ്പർ ആക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ കാണിച്ചത്. ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അത്യാവശ്യം ഹെവിയാണ് ഹുഡൊക്കെ വരുന്നത്. അപ്പോൾ 2 എഞ്ചിൻ ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. പെട്രോൾ എഞ്ചിനും വരുന്നുണ്ട്, അതേപോലെ തന്നെ ഡീസൽ എഞ്ചിനും വരുന്നുണ്ട്. ഡീസലാണെങ്കിൽ 2.2 ലിറ്ററാണ് ഈ കിടക്കുന്ന ഡീസൽ എഞ്ചിനാണ്. ഏകദേശം 182 PS വരുന്നുണ്ട്. മാനുവൽ ആണെങ്കിൽ 420 Nm ടോർക്കും, ഓട്ടോമാറ്റിക്കലി 450 Nm ടോർക്കും ഉണ്ട്. പെട്രോൾ ആണെങ്കിൽ 2000 cc, അതായത് 2 ലിറ്ററാണ് എഞ്ചിൻ വരുന്നത്. 197 bhpയും 380 Nm ടോർക്കുമാണ് വരുന്നത്. ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. വേറെ കാര്യങ്ങളൊന്നും പറയാനായിട്ടൊന്നുമില്ല. മൈലേജിനെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത്യാവശ്യം വലുപ്പമേറിയ വാഹനമാണ്. 2 ലിറ്റർ 2.2 ലിറ്റർ 2 എഞ്ചിൻ ഓപ്ഷൻ വരുന്നുണ്ട്. മൈലേജൊക്കെ ഓരോരുത്തരുടെ ഡ്രൈവിങ്ങിനനുസരിച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വരും. എന്നാലും ഡീസലിൽ മോശമില്ലാത്തൊരു മൈലേജ് കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വേറൊന്നുമില്ല പറയാൻ. താഴെ ഒരു കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ താഴത്തെ കോൺടാക്ട് നമ്പർ വിളിക്കുക. ഇതിപ്പോൾ XUV 700 ആണ്. 3XO ആണെങ്കിലും ബൊലേറോ ആണെങ്കിലും താറാണെങ്കിലും ഏത് വണ്ടിക്ക് വേണമെങ്കിലും താഴെ കാണിച്ചിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ വിളിക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വരാം. അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.